അങ്കണവാടിയിലെ പുതുക്കിയ മെനു എങ്ങനെ ആരോഗ്യവും രുചികരവുമാക്കാം? ഇതിൽ പ്രത്യേക പരിശീലനം തന്നെ സർക്കാർ സംഘടിപ്പിച്ചു. ബിരിയാണിയും പുലാവും ഉൾപ്പെടെ പാചകം ചെയ്യുന്നതിനുള്ള മാസ്റ്റർ പരിശീലകർക്കുള്ള പരിശീലനമാണ് തിരുവനന്തപുരത്ത് സർക്കാർ നടത്തിയത്. അങ്കണവാടിയിൽ ലഭ്യമാകുന്ന വിഭവങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് ഭക്ഷണങ്ങൾ തയ്യാറാക്കുന്നത് എന്നാണ് മറ്റൊരു പ്രത്യേകത. എവിടെ? അംഗനവാടിയിൽ എന്തോ വേണ്ടേ? ഉപ്പുമാവായിട്ട് ശംഖുവിന്റെ ആഗ്രഹം സബലീകരിക്കാൻ വിപുലമായ ഒരുക്കങ്ങളാണ് സംസ്ഥാന സർക്കാർ ചെയ്തത്. അംഗനവാടിയിൽ ബിരിയാണിയും പുലാവും ഉൾപ്പെടെയുള്ള പുതുക്കിയ മാതൃകാ ഭക്ഷണ മെനു പ്രകാരമുള്ള ഒരു പരിശീലന പരിപാടിയും തിരുവനന്തപുരത്ത് നടന്നു. മന്ത്രി വീണ ജോർജ് നേരിട്ടെത്തി ബിരിയാണിയും പുലാവും രുചിച്ചു. വനിതാ ശിശുവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ ഷെഫുമാരുൾപ്പെടെയുള്ള ടീമും ആരോഗ്യ വിദഗ്ധരും ചേർന്നാണ് പരിശീലനം നൽകിയത്. മുട്ട ബിരിയാണി, ഫ്രൂട്ട് കപ്പ്, ന്യൂട്രി ലഡു, വെജിറ്റബിൾ പുലാവ്, സാലഡ്, ബ്രോക്കൺ വീറ്റ് പുലാവ്, ഇലയട തുടങ്ങിയ പ്രധാന വിഭവങ്ങളിലാണ് പരിശീലനം നൽകിയത്. ശംഖുവിനെ ഓർക്കാതെ മന്ത്രി വീണ ജോർജിനും സംസാരിക്കാൻ സാധിച്ചില്ല. യാഥാർത്ഥ്യത്തിൽ നമുക്ക് കിട്ടുന്ന വിഭവങ്ങൾ വെച്ചുകൊണ്ട് ഏറ്റവും നല്ല നിലയിൽ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതിനാണ് ശ്രമിച്ചത്. ഈ അവസരത്തിൽ ഞാൻ ഒരാളെ ഓർക്കുന്നു, നമ്മുടെ ശംഖുവിൻ്റെ ഒരു എനിക്ക് ഉപ്പുമാവ് വേണ്ട, ബിരിയാണി മതി എന്ന് പറഞ്ഞ ശംഖുവിൻ്റെ ഏറ്റവും കൗതുകകരവും ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ള വാക്കുകളാണ് വാസ്തവത്തിൽ നമ്മളെ ഇതിലേക്ക് എത്തിച്ചത്. സാധാരണ വീടുകളിൽ തയ്യാറാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി കുട്ടികൾക്ക് ആരോഗ്യകരവും രുചികരവുമാകുന്ന വിധത്തിൽ സ്റ്റാൻഡർഡൈസ് ആയ ഭക്ഷണം എങ്ങനെ ഉണ്ടാക്കാമെന്ന പരിശീലനമാണ് പ്രധാനമായും സർക്കാർ നൽകിയത്. പഞ്ചസാരയുടെയും ഉപ്പിന്റെയും അളവ് പരമാവധി കുറച്ചുകൊണ്ടും കുട്ടികളുടെ ശാരീരികവും മാനസികവും ബൗദ്ധികവുമായ വളർച്ചയ്ക്ക് പ്രാധാന്യം നൽകിയും വളർച്ചയ്ക്ക് സഹായകരമാകുന്ന ഊർജവും പ്രോട്ടീനും ഉൾപ്പെടുത്തി രുചികരമാക്കിയാണ് അംഗനവാടി ഭക്ഷണ മെനു പരിഷ്കരിച്ചത്. ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന ഒന്നു തന്നെയായിരിക്കും അംഗനവാടിയിലെ മാതൃക ഭക്ഷണ മെനു. ഓരോ ജില്ലയിൽ നിന്നും സൂപ്പർവൈസർമാരും CDPOമാരും ഉൾപ്പെടെ 4 പേർ വീതം ആകെ 56 പേരാണ് പരിശീലനത്തിൽ പങ്കെടുത്തത്. അതത് ജില്ലകളിലെ ബിരിയാണികളുടെ പ്രത്യേകതയനുസരിച്ചാണ് പരിശീലനം. ഇവർക്ക് ജില്ലാതലത്തിലും തുടർന്ന് അംഗനവാടി തലത്തിലും പരിശീലനം നൽകും. അംഗനവാടിയിൽ ലഭ്യമാകുന്ന വിഭവങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് ഭക്ഷണം തയ്യാറാക്കുന്നത് എന്നതാണ് മറ്റൊരു പ്രത്യേകത. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.